ഞങ്ങള് സംഗമത്തിന് എതിരെയൊന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞത് വിശ്വാസികളെ എതിർക്കുന്ന നേതാക്കന്മാരെ ചീഫ് ഗസ്റ്റായി വിളിച്ചാൽ ഞങ്ങളത് സമ്മതിക്കില്ല. അന്നും പറഞ്ഞു, ഇന്നും പറയുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുഹൃത്തായ സ്റ്റാലിൻ വരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സന്തോഷം. അത്രേ ഉള്ളൂ. വേറെ എന്തായി പറയാനുള്ളത്? മറ്റു നോക്കൂ, ഞാൻ ഇതിനെക്കുറിച്ച് പറയാനുള്ളതെല്ലാം പറഞ്ഞു. ഇതൊരു നാടകമാണ്. ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞില്ലേ നാടകമാണെന്ന്. അത് ഇന്നും അതന്നെ പറയുന്നത്. ഇവര് 3 മാസം മുമ്പ്, ഇലക്ഷന് മുമ്പ് ഒരു ഡെസ്പറേറ്റ് ആയിട്ട് ആയിട്ട് ഒരു മാറാൻ നോക്കുന്നു. അത്രേ ഉള്ളൂ. ഒരു പൊളിറ്റിക്കൽ ഡ്രാമയാണ് അത്. ജനങ്ങൾ അതിനുവേണ്ടി കൃത്യമായൊരു ആൻസർ, മറുപടി കൊടുക്കും. അത് ഇലക്ഷൻ സമയത്ത് അവർ മനസ്സിലാക്കും. ഇങ്ങനെ വിഡ്ഢിയാക്കുന്ന രാഷ്ട്രീയത്തിന്റെ സമയം കഴിഞ്ഞു. ഇനി ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ആരാണ് ശരിക്കും വിശ്വാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, ആരാണ് ആത്മാർത്ഥമായ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി, ആരാണ് ഈ ഗിമ്മിക്കും നാടകം ചെയ്തു നടക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി. ഈ സംസ്ഥാനത്തിൽ ഏത് 2 പാർട്ടികളാണ് ഈ നാടകം ചെയ്യുന്ന പാർട്ടികൾ ജനങ്ങൾ മനസ്സിലാക്കും.